ചന്തയില്ല മഞ്ചട്ടി. കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് ഈ മഞ്ചട്ടി അല്ല മഞ്ചാടി. അതുപോലെ തന്നെ നമുക്കറിയാം ഡോറ ബുജിയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും വേണ്ട. കാരണം ഒരു രാഷ്ട്രത്തിന്റെ നല്ല തലച്ചോറുകൾ ഒരു പക്ഷേ ക്ലാസ് മുറികളിൽ അവസാന ബെഞ്ചുകളായിരിക്കും. ഇങ്ങനത്തെ കുറെ കുട്ടികളൊക്കെ വളർന്നു വരുന്നു. ശുഭദിനം. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതിനെ ഒപ്പോസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ശുഭദിനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കോട്ടിട്ട അതിൻ്റെ ഉള്ളിൽ ജേഴ്സി ഇട്ടേക്കണതാണ് എനിക്ക് ഒന്നാമത് ചിരി വന്നത്. ശുഭദിനം. അതെന്താ എന്റെ വസ്ത്ര സ്വാതന്ത്ര്യം അല്ലേ എന്നുള്ള ഊഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി തരാനുള്ള സമയമൊന്നുമില്ല. അത്ര പ്രോഗ്രസീവായിട്ട് ഇപ്പൊ ചിന്തിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങളൊന്നും നമ്മൾ ഇത്ര ഓവർ പ്രോഗ്രസീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ഭയങ്കര കോമഡി ആയിരിക്കും. അപ്പൊ അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ? നിന്നെ കാണും നേരം നെഞ്ചിനുള്ളിൽ ലഡ്ഡു പൊട്ടി മോളെ ഓ ഫാത്തിമ, ഓ ഫാത്തിമ. നീ പോകും വഴിയിൽ വായ നോക്കാൻ നിന്നിടും ഞാൻ മോളെ ഓ ഫാത്തിമ, ഓ ഫാത്തിമ. കണ്ടാൽ സുന്ദരി തൊട്ടാൽ ഭയങ്കരി വീട്ടിൽ മീൻകറി, വീട്ടിൽ മീൻകറി, മീൻകറി ഫാത്തിമ, ഫാത്തിമ. കണ്ടാൽ സുന്ദരി തൊട്ടാൽ ഭയങ്കരി വീട്ടിൽ മീൻകറി. വയലാർ എഴുതുമോ ഇതുപോലെ? വയലാർ എഴുതത്തില്ല. ഇത് ഏതാ വൃത്തിയായിട്ടാണ് എഴുതി വെച്ചേക്കുന്നത്. വീട്ടിൽ മീൻകറി. ഇത് ഏതാ പാട്ടെന്നൊക്കെ മനസ്സിലായില്ലേ? അതിനെയാണ് ഫാത്തിമ എന്നാക്കിയേക്കണത്. ഫാത്തിമ, ഫാത്തിമ. ഒന്ന് നിക്കടി. എങ്ങനെ സാധിക്കുന്നടാ നിനക്കൊക്കെ? എന്നെ നോക്കടി നെഞ്ചിൽ തകിലടി ഫാത്തിമ, ഫാത്തിമ. ഓ ഫാത്തിമ. ഞാൻ നിന്നെ കാണാൻ വീടിൻ മുന്നിൽ കാത്തു നിന്നു മോളെ ഓ ഫാത്തിമ, അയ്യന്റെ മോനെ. ഓ ഫാത്തിമ. ഫാത്തിമ ഇതുവരെ കാണുന്നുണ്ടോ നീ? നിനക്ക് കണ്ട് ഇറക്കിയ പാട്ടാ. നിന്റെ വാപ്പ എന്നെ ചവിട്ടിക്കൂട്ടി മിക്കവാറും നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും. വലിച്ചെറിഞ്ഞു മോളെ ഓ ഫാത്തിമ, ഓ ഫാത്തിമ. ശുഭദിനം. അപ്പൊ ഈ ബാല്യത്തിലെ വാർദ്ധക്യത്തിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മാങ്ങാണ്ടി പെറുക്കി നടന്നും മാങ്ങയില് കല്ലെറിഞ്ഞും നടന്ന് ജീവിച്ചവരാണ്. അതുകൊണ്ട് ഈ പിള്ളേര് അങ്ങനെ തന്നെ ജീവിക്കണമെന്നാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്നവരെ ജീവിക്കാൻ വേണ്ടി അല്ല ഇവിടെ ആൾക്കാർ ജീവിക്കുന്നത്. അതൊക്കെ അവരുടെ മാത്രം ഇഷ്ടങ്ങളാണ്. എന്നിരുന്നാലും യവന്റെ കാര്യത്തില് ഒരു പ്രത്യേകത ഉണ്ട്. ശുഭദിനം. യവന്റെ സംസാര രീതിയേക്കാൾ കോമഡി യവന്റെ കോട്ടിനുള്ളിലെ ജേഴ്സിയും പിന്നെ ഈ മോഡുലേഷനുമാണ്. മറ്റേ ധ്യാനകേന്ദ്രത്തിൽ അച്ഛന്മാർ സംസാരിക്കുന്ന പോലത്തുള്ള മോഡുലേഷൻ. എല്ലാം കഴിഞ്ഞ് ആസ്വദിക്കാമെന്ന് കരുതിയാൽ ഒന്നുകിൽ ജീവിതം വാർദ്ധക്യം കൊണ്ടുപോകും. മോട്ടിവേഷൻ സ്പീക്കർ ആണെങ്കിലും ശരി, ഫിലോസഫർ ആണെങ്കിലും ശരി, എന്ത് കോപ്പാണെങ്കിലും ശരി, ഈ ഒരു അച്ഛന്മാരുടെ ധ്യാനകേന്ദ്രത്തിൽ സംസാരത്തിന്റെ ടോൺ. അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും മോട്ടിവേഷൻ സംസാരിക്കാൻ വേണ്ടി എന്തിനാ സിമ്പിൾ ആയിട്ട് സംസാരിച്ചൂടെ? ആസ്വദിക്കുക, സ്നേഹിക്കുക പരസ്പരം. ശുഭദിനം. ബാക്കിയെല്ലാം ഓക്കെ, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷെ ഈ കാര്യം ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. ഉള്ളത് പറയാലോ. പിന്നെ ഈ കുട്ടി, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നന്ദന എന്നുള്ള പേര് ഞാനൊരു നന്ദി പറയാണ്. എന്തിനാണെന്നറിയോ? നിങ്ങൾ എല്ലാവരും മാളികപ്പുറം സിനിമയിലൂടെ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും. ഈ കുട്ടിയുടെ കാര്യത്തിൽ ചിലവർ ചെറുപ്പത്തിലെ തള്ളച്ചിയായെന്നൊക്കെ പറഞ്ഞ് കണ്ടിരുന്നതാണ്. പക്ഷെ എനിക്കത് തോന്നിയില്ല. സീരിയസ്ലി ആ കൊച്ചു നല്ല മെച്ചുവേർഡ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ഉള്ളവർക്ക് എന്തിന്റെ കടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് പോയി സിനിമ കാണണേ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. പിള്ളേര് നിങ്ങളെ പോലെ തന്നെ വളരണം എന്നല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വളരണം എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര മോശമാണ്. അപ്പൊ സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ച അഭിപ്രായം അറിയിക്കണേ. മറ്റവന്റെ കാര്യം അതല്ല. ശുഭദിനം. ശുഭദിനം. ആ ഷർട്ടിന്റെ കളർ വെള്ളയാ. നീ ആ ഫോട്ടോ നീക്കോ നോക്കട്ടെ. പ്രാങ്ക് ഏതോ നോർത്ത് ഇന്ത്യൻ കാണിച്ച പോലത്തെ ഏതോ പ്രാങ്ക് ഉണ്ടാക്കാൻ നോക്കിയതാ. ആ ഞാൻ ചോദിച്ചോട്ട്. ആള് മാറിപ്പോയി. ഇവിടെ വിളിച്ച് അതിനെ കൂട്ടി ആള് നിന്നെ വന്ന് പൊക്കൊണ്ട് പോകും. അല്ല കളി കളിക്കല്ലേട്ടാ. നീ താടി പിടിക്കുന്ന ആരാടാ?
നീ എന്താ ഇതൊരു പ്രാങ്ക്. പിടിച്ചോട്ടല്ല അങ്ങനെ ജസ്റ്റ് തൊട്ട വിളിച്ചു നീ ആദ്യം കാണാൻ ഇങ്ങനെയൊക്കെ അവിഞ്ഞു നാറിയിട്ടും അത് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച അവന്റെ ആ ഒരു മനസ്സ് ഭയങ്കരം തന്നെയാണോ മോനെ, നിന്നെ സമ്മതിച്ചു തന്നേക്കുന്നു. ഇവന്മാർക്കൊന്നും ബുദ്ധി ഉദിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഒരാളുടെ മേത്ത് കയറി പിടിക്കുക, പ്രത്യേകിച്ച് നിങ്ങളെ പരിചയമില്ലാത്ത ഒരാളെ. നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്ന് കരുതി നിങ്ങളെ പരിചയമില്ലാത്ത ഒരാളുടെ മേത്ത് കയറി നിങ്ങൾ പിടിച്ചാൽ അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ചില ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ സിനിമ നടന്മാരൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ പബ്ലിക് പ്രോപ്പർട്ടി പോലെ അവർ കയറി പിടിക്കാൻ നോക്കും. ആൾക്കാർക്ക് ഇപ്പോഴും അതിനൊരു വ്യക്തതയില്ല. ഇപ്പോഴും ചില ആൾക്കാർ സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരെയൊക്കെ ഞങ്ങൾക്ക് കെട്ടുപിടിക്കാം, അല്ലെങ്കിൽ നീ അവൻ്റെ കൂടെ കെട്ടിപ്പിടിക്കുന്നതല്ലേ, നീ അവൻ്റെ കൂടെ കിടന്ന് അഭിനയിക്കുന്നതല്ലേ, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു കൂട്ടം മണ്ടന്മാർ ഇപ്പോഴും ഉണ്ട് കേരളത്തിൽ. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ആരെങ്കിലും ഒക്കെ പരിചയത്തിന്റെ പുറത്ത് കയറി കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞ് സമ്മതിക്കുമോ നിങ്ങൾ? ഇല്ല, ആർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ ഇതുവരെ അടിമേടിച്ചു കൂട്ടും. ശുഭദിനം. നഷ്ടം, ലാഭം, നഷ്ടം, ലാഭം. അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വരുമ്പോൾ നഷ്ടം, ലാഭം, നഷ്ടം, ലാഭം. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ അത് ലാഭത്തിലായിരിക്കണമെങ്കിൽ പടികളുടെ എണ്ണം ഒറ്റ സംഖ്യയിൽ തന്നെ വരണം. ഇപ്പോഴത്തെ വീടുകളിലെല്ലാം തന്നെ ഒടുക്കത്തെ ലാഭം തന്നെ. നഷ്ടം, ലാഭം, നഷ്ടം, ലാഭം. അപ്പൊ ആദ്യം ലാഭം എന്ന് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാലോ താഴത്തെത്തുമ്പോഴേക്കും നഷ്ടമാവും. നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ അത് ലാഭത്തിലായിരിക്കണമെങ്കിൽ പടികളുടെ എണ്ണം ഒറ്റ സംഖ്യയിൽ തന്നെ വരണം. ഭിന്നസംഖ്യയിൽ വന്നാൽ കുഴപ്പമുണ്ടോ? ഇപ്പോഴത്തെ വീടുകളിലെല്ലാം തന്നെ ഇരട്ട രണ്ട് പടികളാണ് കണ്ടുവരുന്നത്. നിങ്ങൾക്ക് എവിടുന്ന് വരുന്നതൊക്കെ? ഫ്ലാറ്റിൽ നിൽക്കുന്നവരുടെ കാര്യം ഓർക്കുമ്പോൾ ഫുൾ ലാഭം തന്നെ. അവർ ലിഫ്റ്റിലാണല്ലോ. 6-ാം തമ്പുരാൻ ഷൂട്ട് ചെയ്ത അത് നിങ്ങൾ നെറ്റിൽ കയറി നോക്കിയാൽ മതി. അതിന്റെ അടുക്കള പടി വശങ്ങളുള്ള പടികൾ ഒരു 3 സ്റ്റെപ്പാ. ശബരിമലയിൽ 18 പടി. അപ്പോൾ ശബരിമല നഷ്ടത്തിലാണോ? ഇജാതി ഊക്ക്. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്, അത് 3 പടിയാണോന്ന്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ മുറ്റത്തേക്ക് ചാടിയാൽ വൻ ലാഭമാവും. പക്ഷെ നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായി ഒരു 95% വീടുകളിലും 2 പടികളാണ് കണ്ടുവരുന്നത്. തെറ്റാണ്. ഓ, തെറ്റാണ്. പിന്നെ എന്നാ സാറേ ശരി? അപ്പൊ നമ്മുടെ ഈ ഒരു 3 സ്റ്റെപ്പാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഈ മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടോ? പോഴത്തരം പറയുക, പോഴത്തരം പ്രചരിപ്പിക്കുക, ആൾക്കാരെ പൊട്ടന്മാരാക്കുക ഒരു കഴിവാണ്. എല്ലാവരും പൊട്ടന്മാരാക്കാൻ നോക്കരുത് കേട്ടോ. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു. ഈ ഗൾഫിൽ, കാനഡ, UK പോയി ജീവിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ തിരിച്ചു പോരും കേട്ടോ. 4 പടി ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക്. ശുഭദിനം. ഇത് കേട്ടിട്ട് എനിക്ക് നല്ലത് പറയാൻ തോന്നുന്നു, പക്ഷെ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ, ഇമ്പമുള്ള പാട്ടുകൾ കേൾക്കാം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കാട കണ്ണിൽ താഴമ്പൂവോ താരത്തേനോ തെന്നിലാവോ. ഇങ്ങനെയൊക്കെ പാടാമോ, ഇങ്ങനെയൊക്കെ പാടിയാൽ എന്റെ ചാനലിലിട്ട് കൂലേ. ലജ്ജാവതിയെ നിന്റെ കള്ള കൊച്ചു കള്ളാടാ മഞ്ചട്ടി. താഴമ്പൂവോ ഇത് കേട്ടിട്ട് സ്വയം തലതല്ലി ചാവാൻ തോന്നിയ എന്ത് അപരാധാടായി കാണിച്ചു വെച്ചേക്കുന്നേ. ഫ്രീ ആകുമ്പോ പോയി ചത്തൂടെ അണ്ണ. കല്ല് വെച്ചടിക്കുമ്പോ സ്നൈപ്പറിന് അടിക്കുന്ന എഫക്റ്റ്. ചാവടാ, ചാവ്. ഇതിന് പക്കിയൊക്കെ പറന്നു വരുന്നു. ദൈവമേ, പോയ കിളിയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. നിനക്ക് ശരിക്കും ഒരു കല്ലെടുത്ത് അലക്കടിച്ച് ചത്തൂടെ? തന്നെയാണ് ഇതെല്ലാം, മോശപ്പെട്ടത് തന്നെയാണ് ഇതെല്ലാം, വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ഹിന്ദിക്കാരനാവുന്നു, ഇതൊരു മലയാളിയാണ്. എന്നിട്ടാണ് ഈ കൊണവധികാരൻ. ഒന്ന് സ്വയം കണ്ടു നോക്കണേ, എന്തുവാടെ കാണിക്കുന്നേ. ഇവന്റെ ഒക്കെ ചന്തിക്ക് ഇങ്ങനെയല്ല അടിക്കേണ്ടത്. ഇവന്റെ ഒക്കെ ചന്തിക്ക് നല്ല 11K ഷോക്ക് അടിപ്പിക്കണം. രാവണൻ അല്ലേ? രാവണൻ, രാജാകണ്ണ്. രാവണൻ 10 തലയിൽ സ്വയം തല്ലി പൊളിച്ചു എന്നാ കേട്ടത്. അണ്ണാ ചുണ്ടൻ വെള്ളം കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെ കുറെ എണ്ണൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. ഷോക്ക് അടിച്ചാൽ പോലും ചാവത്തില്ല.
അയ്യോ, ഒരു സ്റ്റുഡിയോ നിറച്ച് കൊതുകിന്റെ ശല്യം. ആരാണ് ഇതിനൊക്കെ മൈക്ക് വെച്ച് കൊടുത്തത്? കുച്ചുബീനായി ഒന്നും ഇല്ലടാ. വയ്യേ, ഒട്ടും വയ്യേ. ആ മർമ്മം നോക്കി ഒരെണ്ണം കൊടുക്കണം. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോ പോകുന്നതിന് മുമ്പ് കണ്ണട വെച്ച ശിവനോ? ആ കഴുത്തിരിക്കണ പാമ്പിന് തന്നെ സ്വയം കൊത്തിച്ചാവാൻ തോന്നുന്നുണ്ട്. പാർവതിയായി നീ വരുന്നേരം അവനെ പണ്ടും നിന്നോടായി ഇതൊക്കെ കാണുന്ന ശിവന്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ്. നമുക്ക് നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ആരെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ വ്യക്തിനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയപ്പോൾ നല്ലതുപോലെ വരയ്ക്കാനൊക്കെ കഴിവുണ്ടല്ലോ, നമുക്ക് ഈ ട്രെൻഡൊക്കെ വേണോ, റേഷൻ കട മറന്ന് മണ്ണെണ്ണ മേടിക്കണം. അതിനാ വ്യക്തിയുടെ മറുപടിയാണ്, എൻ്റെ പൊന്ന് ബ്രോ വരയ്ക്കുന്നതൊന്നും ആരും കാണുന്നില്ല, പിന്നെ ഇതുപോലുള്ള കൂതറ വീഡിയോയ്ക്ക് ആൾക്കാർക്ക് മതി, റിയലി ഫ്രസ്ട്രേറ്റഡ്. കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ശിവന്റെ കാര്യമാണ് ഈ പറയുന്നത്. പുള്ളിക്കാരൻ നല്ലൊരു കലാകാരനാണ്, കണ്ടോ, ഇത്രയും നന്നായിട്ടൊക്കെ ഡ്രോ ചെയ്യുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ്റെ ഫോളോവേഴ്സിൽ പുള്ളിക്കാരൻ്റെ വീഡിയോസിനൊക്കെ കമന്റ് ഇടുന്ന ആൾക്കാർക്കൊക്കെ പുള്ളിക്കാരൻ ഫ്രീ ആയിട്ടൊക്കെ വരച്ചു കൊടുക്കുന്നത് നന്നായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് പുള്ളി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോസിലൊക്കെ കുറേ കൂതറ ഡാൻസ് സ്റ്റെപ്പ് ആദ്യം കാണിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ കഴിവുകൾ കാണിച്ചാലും ആൾക്കാരും സപ്പോർട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഇതാണ് ട്രെൻഡ്. എന്തെങ്കിലും കുളത്തരം കാണിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും കമന്റ് ഇടാനൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ കഴിവുകൾ കാണിച്ചു കഴിഞ്ഞാൽ ആരും വരത്തില്ല. എനിക്ക് കേട്ടോട് പറയാനുള്ളത് ഇത് തന്നെയാണ് ഏറ്റവും നല്ല ഐഡിയ. ഇടയ്ക്ക് ഇതുപോലത്തെ കൂതറ വീഡിയോസ് ചെയ്യുക, അപ്പോൾ റീച്ച് കിട്ടും. എന്നിട്ട് സ്വന്തം കഴിവുകളൊക്കെ കാണിക്കുക. ഞാനും ഇടയ്ക്ക് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ചിരിപ്പിക്കുക, എന്റർടൈൻ ചെയ്യിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ കഴിവുകൾ കാണിക്കുക. ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക്. സോ ഇത്രയുള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടുന്ന അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കൂടെ തന്നെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.